ഇടുക്കി അയ്യപ്പൻ കോവിലിൽ 2 മുറിയുള്ള വീടിന് ലഭിച്ചത് 34,165 രൂപയുടെ വൈദ്യുതി ബില്ല്. ഇത്രയും വലിയ തുകയുടെ ബില്ല് അടയ്ക്കാഞ്ഞതോടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. അയ്യപ്പൻ കോവിൽ മേരികുളം ആലക്കൽ AJ അഗസ്തിക്കാണ് KSEBയുടെ വക ഷോക്കടിപ്പിക്കലും ഇരുട്ടടിയും. 2 മുറികളുള്ള വീടിന് 34,165 രൂപയാണ് 2 മാസത്തെ വൈദ്യുതി ബിൽ. അഗസ്തിയും മകളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. 2006-ലാണ് ഇവർക്ക് വൈദ്യുതി ലഭിച്ചത്. അന്നു മുതൽ 4 ബൾബുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി യൂണിറ്റ് വർദ്ധിപ്പിക്കേണ്ട മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടിലില്ല. 150 മുതൽ 190 രൂപ വരെയാണ് വൈദ്യുതി ബിൽ ഇതുവരെ വന്നിരുന്നതെന്ന് അഗസ്തി പറയുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ ആളില്ലാത്ത സമയത്ത് വന്നു ഇപ്പോൾ ഉപ്പുതറ KSEB ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞു നിങ്ങൾക്ക് അധിക ബില്ലുണ്ട്. ആദ്യം ഇവർ പറഞ്ഞു 7,500 രൂപ പറഞ്ഞു. പിന്നെ 14,000 രൂപ നിങ്ങൾക്ക് ബില്ലാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് 32,162 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഗൂഗിളിൽ ചെയ്തു. ഈ മാസം ബിൽ തുക വർദ്ധിക്കുമെന്ന് മീറ്റർ റീഡിംഗിന് വന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു. ബിൽ തുക ലഭിച്ച ഉടൻ തന്നെ ഉപ്പുതറ KSEB സെക്ഷൻ ഓഫീസിൽ പരാതിപ്പെട്ടു. സബ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. വയറിംഗിലെ തകരാറാണ് വൈദ്യുതി കൂടുതലായി മീറ്ററിൽ രേഖപ്പെടുത്തുന്നതിന് കാരണമെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് 14,000 രൂപ അടച്ചാൽ മതിയെന്ന് അഗസ്തിയെ അറിയിച്ചു. എന്നാൽ പൊതുപ്രവർത്തകർ ഇടപെട്ട് അംഗീകൃത ഇലക്ട്രീഷ്യനെ കൊണ്ട് പരിശോധന നടത്തിയപ്പോൾ തകരാർ കണ്ടെത്താനായിട്ടില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കറണ്ടിൻ്റെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ഇനിയിപ്പോൾ ഞാനും എൻ്റെ ഈ കൊച്ചും തന്നെ ഈ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഓരോ നിയമ നടപടി സ്വീകരിച്ചിട്ട് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു തരണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇത്രയും പൈസ അടയ്ക്കാനുള്ള യാതൊരു നിവൃത്തിയോ ഒരു മാർഗവും ഞങ്ങൾക്കില്ല. കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന അഗസ്തിക്ക് ബിൽ താങ്ങാവുന്നതിലും അധികമാണ്. അതിനാൽ തന്നെ ബില്ലടയ്ക്കാനും സാധിച്ചില്ല. ഇതേ തുടർന്ന് 15-ാം തീയതി KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. പുതിയ വയറിംഗ് നടത്തി മീറ്ററും ഒരാഴ്ചയായി മെഴുകുതിരി വെളിച്ചത്തിൽ കഴിഞ്ഞുകൂടുകയാണ് അഗസ്തിയും മകളും. സുരക്ഷാ കാരണത്താലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നാണ് KSEBയുടെ വിശദീകരണം. ന്യൂസ് മലയാളം, ഇടുക്കി.